വെൽക്കം ബാക്ക് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. അതാണ് സൗഹൃദം. ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ് സരിതയാണ്. സരിതയുടെ ഫ്രണ്ട് ആരാണെന്ന്? ദിശ. ദിശയെ പറ്റിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ സരിതയുടെ ഫ്രണ്ട് ദിശയെ ക്ഷണിക്കുകയാണ്. അടുത്ത സെഗ്മെന്റ് സൗഹൃദം. ദിശ വെൽക്കം. താങ്ക് യു രേഖ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം എവിടെ തുടങ്ങുന്നു? എങ്ങനെയാണ് ഈ സരിത എന്നുള്ള കമ്മൽ റാണീനെ കണ്ടുപിടിച്ചത്? അതൊരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു. ആക്ച്വലി ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് ഞങ്ങൾ കണ്ടത്. ഒരു പ്രോഗ്രാമിന് പോയായിരുന്നു. അപ്പം അവിടെ ചേച്ചിയായിരുന്നു ഹോസ്റ്റ് ചെയ്തത്. സോ ചേച്ചിയാണോ ഫ്രണ്ടിനെ വിളിക്കണേ? നോ, ചേച്ചി വിളിക്കും. പിന്നെ ഞാൻ മമ്മീന്ന് വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ ഓൾമോസ്റ്റ് 10 years ഡിഫറൻസ്. നോ, അമ്മൂമ്മയില്ല. വിളിക്കും. അപ്പം മമ്മീന്ന് വിളിക്കും, ചേച്ചിന്ന് വിളിക്കും, സാന്ന് വിളിക്കും, സരിതാന്ന് വിളിക്കും. അങ്ങനെ പല പല പോലെ നല്ല റേഞ്ചിൽ വിളിക്കും. അപ്പോൾ ഒരു പ്രോഗ്രാം ഞങ്ങൾ തമ്മിൽ കണ്ടു. ആൻഡ് ഒത്തിരി പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ അന്ന് പോയപ്പം മൊത്തം ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. അപ്പം സരിത ചേച്ചി ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ശരിക്കും എൻ്റെ കണ്ണിൽ പെട്ടത്. സോ അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചു, പരിചയപ്പെട്ടു, നമ്പർ മേടിച്ചു. പിന്നെ ഞങ്ങൾ എനിക്ക് ഭയങ്കര സിമിലർ ആയിട്ട് തോന്നി. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു അന്ന്. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം. ആൻഡ് പിന്നെ ഞങ്ങൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല ഫ്രണ്ട്സ്. എത്ര കാലം നമ്മൾ പരിചയമായിട്ട്? 5 വർഷം. 5 വർഷം. സരിതയ്ക്ക് എങ്ങനെയാണ് അത്? നിങ്ങളുടെയാണ് സെഗ്മെന്റ്, ഞാൻ ചോദ്യം ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൗ ഡു യു ഫീൽ ദ റാപ്പ്? ഇത് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അതേസമയം നേരെ തിരിച്ചു. ഒരാൾ അങ്ങനെയാണെങ്കിൽ ഒരാൾ ഇങ്ങനെ ചില സമയങ്ങളിൽ. അതേസമയം വേണ്ട സമയങ്ങളിൽ ഞങ്ങളിപ്പം ഇപ്പം പ്രായത്തിൻ്റെ വ്യത്യാസം ഉണ്ട് പറഞ്ഞു. ഞങ്ങൾ ഒരു പക്ഷേ റോഡ് കൂടെ കയ്യും പിടിച്ച് പാട്ടും പാടി നടക്കുമ്പം എനിക്ക് കുറച്ചുകൂടി ചെറുതായ പോലെ തോന്നും. അതെനിക്ക് വളരെ സന്തോഷം തരുന്നൊരു ഫീലിംഗ് ആണ്. അതുകൂടാതെ എനിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഈ ഒരു പ്രായമാണെങ്കിലും അവൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും പറഞ്ഞാൽ. ഇതിന്റെ പ്രായം കൊച്ചുകുട്ടിയാണോ അത്? 10 വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് ഞങ്ങൾ തമ്മില്. അപ്പൊ ഞാൻ കൊച്ചുകുട്ടിയാണ്. പ്രായം ചോദിക്കരുത്, എന്റെതും ചോദിക്കരുത്, അവളുടെ ചോദിക്കരുത്. Okay, done deal. She's 10 and you are 20. Yes. Okay. അപ്പോൾ ഇതിൽ നമ്മൾ നിങ്ങളുടെ ഒരു ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബബ്ലി നേച്ചറുള്ള രണ്ടുപേരാണ്. ഇതിൽ ഇത് നല്ല ഫ്രണ്ട് ആയിരിക്കുമെന്ന് തോന്നുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ എവിടെയെങ്കിലും ഒരു നിങ്ങളൊരു ഒരു പരിപാടിക്ക് കണ്ടു, അതൊരു എന്താ പറയുക ഡിസോർഗനൈസ്ഡ് ഒരു ഇവൻ്റ് ആയിരുന്നു, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സായി, ദാറ്റ്സ് ഡിഫറെൻറ്റ്. പിന്നെ വെൻ യു വെൻ ത്രൂ ദറ്റ് റിലേഷൻഷിപ്പ് 5 കൊല്ലത്തിൽ എവിടെയായിരുന്നു നിങ്ങൾ യെസ് ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ എന്ന് തോന്നുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ഘട്ടം, അതെവിടെയായിരുന്നു? ഒരു സംഭവമാണോ ചോദിക്കുന്നത്? എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർ സംതിങ് ലൈക്ക് അതൊരു ജേർണി ആയിരുന്നോ? അതൊരു ജേർണി ആയിരുന്നു. എനിക്കിങ്ങനെ ഒരു പ്രത്യേക സംഭവത്തിൽ ഈ സംഭവം കഴിഞ്ഞു, ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ എന്ന് തോന്നിയില്ല. പറഞ്ഞ് മിണ്ടി കേട്ട് അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ മനസ്സിലിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ എന്നൊരു പ്രത്യേക ആയിട്ടൊന്നും തോന്നിയില്ല. ഇവളെന്നെ ആശ്വസിപ്പിച്ചല്ലോ, ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ഇവളെന്നെ കേട്ടല്ലോ, അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയില്ല. ഒരു മേ ബി ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് മേ ബി, റൈറ്റ്? അങ്ങനെ പറയാം. വാട്ട് അബൌട്ട് യു? താങ്കൾക്ക് വേറെയും ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അല്ലേ ദിശ? ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ഹൗ ഈസ് ഷീ ഡിഫറെന്റ് ഫ്രം ദം? A friend is someone who knows everything about you, your positive, your negatives, എല്ലാം അറിഞ്ഞിട്ടും ഭയങ്കരമായിട്ടൊരു ദാറ്റ് ബോണ്ടിങ് ലവ് അതിലുള്ള ആളാണ് ഫ്രണ്ട്. അപ്പോൾ എനിക്ക് വിരലിലുണ്ടാവുന്ന അങ്ങനത്തെ ഫ്രണ്ട്സേ ഉള്ളൂ. സോ അതിലൊരാളാണ് സരിത. പ്രായം കൂടുതലായതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ ആഴം തോന്നുന്നുണ്ടോ? ബിക്കോസ് കുറച്ചും കൂടിയും എക്സ്പീരിയൻസ് വൈസ് കുറച്ചുകൂടിയും ബുദ്ധി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുമൊക്കെ എനിക്ക് ചില സമയങ്ങളിൽ ചെവി കേൾക്കാറില്ല, ഞാൻ വിട്ടു, എന്തോ പറഞ്ഞു. ഓക്കെ, മേ ബി ഈ ഒരു പോയിൻ്റാണ്. ചില സമയങ്ങളിൽ ചെവി കേൾക്കാറില്ല. ഞാനൊരു എൻ്റെ ഏജിൽ ഉള്ളൊരു കുട്ടിയാണ്, ഒരു ടീൻ. അപ്പം നമ്മളെല്ലാം കേട്ടാൽ എല്ലാത്തിനും പ്രതികരിക്കാൻ നിൽക്കും. പക്ഷെ എന്താണ് പ്രതികരിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ആക്ച്വലി എനിക്കറിയില്ല പലപ്പോഴും. അപ്പോൾ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഓരോ സിറ്റുവേഷനിലും ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ അങ്ങനെ ചെയ്താൽ മേ ബി ഇങ്ങനെ ആയിരിക്കും. അത് മറ്റൊരാൾ എന്നെ ഒരു മോറൽ പോലീസിങ് അങ്ങനെ ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ബിക്കോസ് കാര്യം എന്താണ്, വളരെ ഫോക്കസ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് സരിത ചേച്ചി. അപ്പം അതെനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാലും ഒരു വയസ്സിന് മൂത്ത ആളുടെ കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്, അവരുടെ കൂടെയാണ് ഞാൻ നടക്കുന്നത്, അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. വേറെ ആർക്കെങ്കിലും ഇത്ര ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പിൽ ഇത്രയധികം പ്രായവ്യത്യാസം തോന്നിയിട്ടില്ലേ? വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് പോകാല്ലേ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ
നന്നായിട്ട് സ്നേഹം വരുമ്പോൾ എന്നെ മമ്മി എന്ന് വിളിക്കും. എന്നിട്ട് ചുമ്മാ ഷോപ്പിലുള്ളവരുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആയാൽ പോലും പലപ്പോഴും ഇവളുടെ ഫ്രണ്ട്സിനെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഇതെൻ്റെ മമ്മിയാന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തും. എനിക്ക് ചെറിയൊരു അത്രയൊക്കെ തോന്നും. എന്നാൽ പോലും എനിക്ക് ഇഷ്ടമാണ് ഇവള് മമ്മീന്ന് വിളിക്കാതിരിക്കുമ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ചില അത്രയും എന്തെങ്കിലും ഒരു നമ്മൾ അത്രയും അടുത്തൊരു കാര്യം പറയുമ്പോൾ ഇവളെന്നെ മമ്മീന്ന് വിളിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. ഓക്കെ. പിന്നെ ഷെയറിംഗ് എന്ന് പറഞ്ഞു, ഇതുമാതിരി നിങ്ങൾ തമ്മിലുള്ളൊരു വിഘടിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്താണ്? ഇത് തന്നെ ഇപ്പൊ പറഞ്ഞത് തന്നെ കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കും ദിശ. ആരാണ്, എന്താണ്, എവിടെയാണ് എന്നൊന്നുമില്ല ആ സമയത്ത്. പക്ഷെ ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല, ഞാൻ എൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ ഇവൾക്ക് ഒരാളോട് സംസാരിക്കേണ്ട എന്ന് തോന്നിയാൽ ഇവിടെ ഫോൺ എടുക്കില്ല. എനിക്ക് വേണ്ട എന്ന് തോന്നി അത് മ്യൂട്ട് ചെയ്ത് വെക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഒരു ശത്രു ആയാൽ പോലും വിളിക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ തോന്നുമോ, എടുക്കണ്ടേ, ഒരു 4 വിളി വിളിച്ചാൽ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറയാനെങ്കിലും ഞാൻ ആ ഫോൺ എടുക്കും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. ഈ 2 കൂട്ടുകാരികളെ കുറിച്ചും സൗഹൃദത്തിനെ കുറിച്ചും എന്താണ് രാമണി സാർ? എനിക്കിതൊരു വ്യത്യാസമുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്. സാധാരണ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഹൃദയം അറിഞ്ഞ് പരസ്പരം മനസ്സിലാക്കി കാര്യങ്ങൾ എന്തു പറയാം, അതിന്ന് വ്യത്യസ്തമായിട്ട് പരസ്പരമുള്ളൊരു അഡ്മിറേഷൻ ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സരിതയെ പറ്റിയിട്ടുള്ളൊരു അഡ്മിറേഷൻ ഉണ്ട് ദിശയ്ക്ക്. ദിശയെ പറ്റിയിട്ടും എനിക്ക് പിന്നെ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാൻ തോന്നുന്നത് ദിശ അങ്ങ് പറയും. അപ്പോൾ അങ്ങനെയുള്ള എനിക്കില്ലാത്തത് പരസ്പരമുണ്ട് എന്നതിൽ നിന്നുള്ള ഒരു ആരാധനയിൽ നിന്നുണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് പോകുന്നത്. അതിനും ആ ഫ്രണ്ട്ഷിപ്പിനൊരു വ്യത്യാസമുണ്ട്. പക്ഷേ കൂടുതൽ വേദനകളിൽ, ആവശ്യങ്ങളിൽ പരസ്പരം നിസ്വാർത്ഥമായി സഹായിച്ച് സമർപ്പിച്ച് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? അത് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒക്കെ ഒരിതുണ്ട്. അതിനപ്പുറം മമ്മി എന്ന് വിളിക്കുന്നു, അതിലൊരു രസമുണ്ട്, ചേച്ചി എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഈ രസങ്ങൾക്കപ്പുറം എന്താണ് നിങ്ങളുടെ ഈ സൗഹൃദത്തിൻ്റെ ആഴം എവിടെയാണ് കിടക്കുന്നത്? ഞാൻ ഫസ്റ്റിലേ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. കാര്യം ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം തോന്നാറില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവൾക്ക് മനസ്സിലാവും, അതാണ് വരുന്നത്. എൻ്റെ സങ്കടങ്ങളാണെങ്കിൽ ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ പറയുന്നതിന് മുൻപ് ഇവൾക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു, ഇനിയിപ്പോൾ ദിശ പറയണം, എനിക്കും അങ്ങനെ തന്നെയാണ്. കാര്യം ഇവളുടെ മുഖം ഒന്ന് മാറിയാൽ എനിക്കറിയാം. അവൾ പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവും. പല കാര്യങ്ങളും ഞാൻ ഇവളുടെ അടുത്ത് ചോദിക്കാറില്ല. പക്ഷേ ഇവളുടെ ഒരു മൂഡ് കണ്ടാൽ എനിക്കറിയാം. അത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഷെയർ ചെയ്യും. നിങ്ങളുടെ പരമരഹസ്യങ്ങൾ നിങ്ങൾ പരസ്പരം പറയാറുണ്ടോ? വിഷമിച്ചുകൊണ്ട് ഒരു സുഹൃത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ വരാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നു ഈ പ്രായവ്യത്യാസത്തിലും എന്നുള്ളത് വളരെ. ഇന്നിപ്പോൾ 1 മാസം പ്രായമുള്ളവർ തമ്മിലും കൂടി ജനറേഷൻ ഗ്യാപ്പ് തോന്നുന്ന ഈ കാലത്ത് ഈ ഒരു സവിശേഷമായ ഒരു സൗഹൃദമായിട്ട് ഞാൻ അതിനെ വിലയിരുത്തുകയാണ്. ഒന്ന് പറഞ്ഞോട്ടെ, സരിത ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബ്രോഡായിട്ടുള്ളൊരു തിങ്കിങ് ആണ്. വായിക്കുന്ന ബുക്സ് ആയാലും സോങ്സ് ആയാലും, ഇപ്പോൾ എനിക്കറിയാത്ത സോങ്സ്, എനിക്ക് ടേസ്റ്റ് ഇല്ലാത്ത സോങ്സ് ആണെങ്കിലും എൻ്റെ അടുത്ത് നീ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേൾപ്പിക്കുക. അങ്ങനെ എല്ലാം ഒരു ഒരു കോളേജ് കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് വേൾഡിൽ ആളുകളുടെ പെരുമാറ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോരോ സാഹചര്യത്തിൽ എങ്ങനെയാണ്, അങ്ങനെയെല്ലാം എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്. ഫ്രണ്ട് ആൻഡ് മദർ, ഐ കൻ സേ ദാറ്റ്. യെസ്. മീര മാഡം, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ഒരു മെൻറ്റർ ആയിരിക്കുക, അമ്മയായിരിക്കുക, ഇതിനൊക്കെ ഒരു അതിർവരമ്പ് എവിടെയാണ്? മമ്മി എന്നും ചേച്ചി എന്നും സരിത എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, എപ്പോഴൊക്കെയാണ് ഈ വിളി മാറിപ്പോകുന്നത്? വിളി മാറിപ്പോകുന്നത് എനിക്ക് കുറുമ്പുകൾ തോന്നുമ്പം ഞാൻ വിളിക്കില്ല. അത് വേറെ മമ്മി എന്നെല്ലാം വിളിച്ചിട്ട് പെട്ടെന്ന് സരിത സരി അങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഒത്തിരി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഹാപ്പിനെസ് ആവാം, അല്ലെങ്കിൽ സങ്കടമാവാം. അപ്പോൾ എല്ലാത്തിലും എൻ്റെ കൂടെ നിന്നിട്ടുള്ള, അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് അറിയാത്ത ഒരാളാണ് സരിത ചേച്ചി. അല്ല, സത്യത്തിൽ നിങ്ങളുടെ സങ്കല്പത്തിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? സങ്കടത്തിലും, സിമ്പിളായിട്ട് പറയാം, സങ്കടത്തിലും സന്തോഷത്തിലും കുറുമ്പിലും എന്ന് വേണ്ട എല്ലാത്തിലും. അതിന് ഒരാളിന്റെ ആവശ്യമില്ലല്ലോ, നമ്മുടെ വീട്ടിനകത്തുണ്ടാവും. ഇല്ല, വീട്ടിനകത്തുണ്ടാവും. കല്യാണം കഴിക്കുന്നത് വരെ നമ്മൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞ് വിചാരിക്കുന്നു ഭർത്താവാണ് ഏറ്റവും നല്ല സുഹൃത്ത്, ഭാര്യ സ്വന്തം സുഹൃത്ത് എന്ന് വിചാരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. അങ്ങനെ ഉണ്ടായിരിക്കാം. എൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ ഭർത്താവ് കുറേയൊക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ്. എന്നാൽ പോലും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ഒരാൾ വരുമ്പം
കൊള്ളാലല്ലോ കൊള്ളാടിയില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനോട് കൊള്ളാലോ അയാളെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു കുഞ്ഞു വിഷമം എൻ്റെ ഭർത്താവിന് ഉണ്ടാവുന്ന എനിക്ക്. പക്ഷേ ഈ കുട്ടിയെ അതിനാണല്ലോ ഉപയോഗിക്കുന്നത്. അതിനല്ല, അതും ഇതിലുണ്ട്, അങ്ങനെ പോയിന്റ് ചെയ്യരുത്. എന്നാൽ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. നമ്മളിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സൗഹൃദം, ഒരു സുഹൃത്തിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതെന്താ വെച്ചാൽ ഒരു സ്ത്രീ ജീവിതത്തിൽ സൗഹൃദങ്ങൾക്കുള്ള സ്ഥാനം അതെങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക? നിങ്ങൾ രണ്ടുപേരും വളരെ കാര്യവിവരമുള്ള ലോകപരിചയമുള്ള നന്നായിട്ട് വായിച്ചറിവുള്ള കുട്ടികളാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പരിപാടിയിലൂടെ ലോകത്തോട് സ്ത്രീകൾക്ക് സൗഹൃദം ആവശ്യമുണ്ട് എന്ന് സമർത്ഥിക്കുന്നത്? ആവശ്യമുണ്ടോ എന്നതാണെങ്കിൽ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ്. സ്ത്രീകൾക്ക് സൗഹൃദം ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ തന്നെ ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സ്ത്രീയും പുരുഷനും എന്തിനു വേറെയായി? സ്ത്രീകൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം, മനുഷ്യന്മാർക്ക് ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം. മനുഷ്യന്മാർക്ക് ആവശ്യമുണ്ട്, നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും. അല്ല, പൊതുവെ മനുഷ്യന്മാരെന്നുള്ള ഒരു വലിയ ബഹുവചനത്തിനകത്ത് എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്ക് പൊതുവെ കിട്ടാറില്ല നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നമ്മുടെ ഇക്കാലത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സൗഹൃദത്തിന് എന്തെങ്കിലും പ്രത്യേകമായൊരു ആവശ്യകതയുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസം ഇല്ലാതെ തന്നെ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം മാം അങ്ങനെ പറഞ്ഞത്. ആവശ്യമുണ്ട്. ഇനിയിപ്പം കിട്ടുന്നില്ല എന്നുള്ള ആ വാക്കുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കൂടുതലായി ആവശ്യമുണ്ട് എന്ന് നമുക്ക് പറയാം. കാര്യം നമുക്ക് ഷെയർ ചെയ്യാൻ, പുരുഷന്മാർക്ക് വൈകുന്നേരങ്ങളിലായാലും ഒന്ന് പുറത്തു കൂടാനും പുറത്തേക്ക് ഇറങ്ങാനും അവരുടെ ഫ്രണ്ട്സിനെ കാണാനും ഒക്കെയുള്ള, ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ വരെ അവർക്കൊരു 100 കൂട്ടം ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് പോകണമെങ്കിൽ ഇങ്ങനെ വിരലിലെണ്ണാവുന്ന 1-2 പേര്, അതന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഭർത്താവിൻ്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ വേറൊരാളുടെ പെർമിഷൻ വേണം, ഇവളുടെ ആണെങ്കിൽ ഇപ്പോൾ വീട്ടിലുള്ളത് വേണം, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ പോലും നമുക്ക് ആവശ്യമുണ്ട്, കൂടുതലായി ആവശ്യമുണ്ട്. വാമനൻ സാർ, ദിശ ഇപ്പം എന്തിനാണ് പഠിക്കുന്നത്? ഞാനൊരു ബ്രാൻഡ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഓൾറെഡി. ഈ കരിയർ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴെങ്കിലും സരിതയോട് ഒരു അഡ്വൈസ് ചോദിച്ചിരുന്നോ? അതിലൊന്നും ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി PG ചെയ്തു, അത് കഴിഞ്ഞിട്ട് PR-ൽ കോഴ്സ് ചെയ്തു, അങ്ങനെ ഒത്തിരി കോഴ്സസ് എല്ലാം ചെയ്ത് നല്ലൊരു ഒത്തിരി എക്സ്പോഷർ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യണോ അല്ലെങ്കിൽ MBA ചെയ്യണോ? അപ്പം അത് തന്നെ ഞാൻ ഇന്ത്യയിൽ ചെയ്യണോ പുറത്ത് ചെയ്യണോ? അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു വൈഡായിട്ടുള്ളൊരു എൻ്റെ ഒരു റീച്ച് വൈഡായിട്ടായിരിക്കണം. എനിക്ക് ഒത്തിരി പഠിക്കാൻ പറ്റണം, ഒത്തിരി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റണം, കണ്ടെത്താൻ പറ്റണം, അങ്ങനെ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ രണ്ടുപേരും ഒരേ ഫീൽഡിൽ നിന്നാണ് വന്നത്, ഈവൻറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജ് ഏതാണോ ഇൻ ദ വേൾഡ്, യു ഹാവ് ടു ഗോ ദെയർ ആൻഡ് സ്റ്റഡി. ഒരു സൗഹൃദത്തിൻ്റെ ആഴെന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടാണെന്ന് പറയാറുണ്ട് സൗഹൃദത്തെ. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ നമ്മൾ നിക്ഷേപിച്ചത് പിൻവലിക്കലാണല്ലോ. നമ്മൾ ഈ സുഹൃത്തിനെ വിഷമിപ്പിക്കുകയും ബോറടിപ്പിക്കുകയും അല്ലെങ്കിൽ ശല്യം ചെയ്യുകയും ചെയ്യുന്നതിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വൈകാരികമായ സൗഹൃദമാകുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുമെന്ന് പറയും. ദിശയുടെ ഏതെങ്കിലും പെരുമാറ്റവും സ്വഭാവവും അങ്ങനെ അസ്വസ്ഥത ഉളവാക്കിയിട്ടുണ്ടോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നാണ്? അസ്വസ്ഥത ഉളവാക്കിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല. അതൊരു ഇമോഷണൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റും നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം ഫിക്സഡ് ഡെപ്പോസിറ്റും നമ്മൾ അത്യാവശ്യം വരുമ്പോൾ എടുത്തേക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇവർക്കുള്ള മാർക്കാണ്. ഇവരുടെ സൗഹൃദത്തിൽ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് താങ്കൾ എത്ര